ഇവർക്കൊരു വാദം എന്തേ, ജീവിക്കുന്ന കാലത്ത് ദ്വാരക്കാൻ പറഞ്ഞാൽ കാഫിറാവും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് ദ്വാരക്കണോ എന്ന് പറഞ്ഞാൽ കാഫിറാവും. അങ്ങനെ ഒരു വാദം. അത് ഞാൻ ഇവിടെ മുമ്പ് ഉദ്ധരിച്ചു. ഇപ്പൊ മൂപ്പര് പറയാ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നതിനെ പറ്റി പറഞ്ഞതല്ല. എന്താ അതൊന്ന് കേട്ടോളി. അതാദ്യം ഞാൻ കേൾപ്പിച്ചേരാ. ഒന്ന് വെച്ചു കൊടുക്കും വരെ ഹജ്ജ് വാത്തിലാവും തന്നെ മൗലവിന്റെ ഉദ്ധരണി വെച്ചു കൊടുക്കും. ഒരു മൗലവി പ്രസംഗിക്കുന്ന അറഫേന്ന് ഉസ്താദിന് എന്തെങ്കിലും ഒരു പൈസയും കൊടുത്തിട്ട് ഉസ്താദിന് ഒരു ഹദിയ കൊടുത്ത ഒരാള് അറഫേന്ന്, എന്നിട്ട് ദ്വാരക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞാല് ഹജ്ജ് വാത്തിലായി പോകുമ്പോലും മനസ്സിലായേ? ഇങ്ങനെ അറഫ മൈതാനിന്ന് ഒരാള് ഉസ്താദിന് എന്തെങ്കിലും ഒരു ഹദിയ കൊടുത്തു, എന്നിട്ട് പൈസയും കൊടുത്തിട്ട് പറഞ്ഞ് ഉസ്താദെ ദ്വാരക്കണേ എന്നാ ഹജ്ജ് വാത്തിലായി പോകുമ്പോലും. സുബ്ഹാനല്ലാഹ്, ഹജ്ജ് ബാത്തിലാകുന്നൊരു പുതിയ സംഗതി. ഒന്ന് കേൾപ്പിച്ചോടുത്താ മോനെ. അതിന് പൈസ കൊടുത്ത് ദ്വാരപ്പിക്കുകയാണ്. കണ്ടോ, എവിടെ വെച്ച്? അറഫായിൽ വെച്ച്. എന്തിനാണ് ഇവരൊക്കെ ഹജ്ജിന് പോകുന്നത്? ആ 1 ലക്ഷം പോയി അല്ലെങ്കിൽ 1.25 ലക്ഷം പോയി എന്നല്ലാതെ യാതൊരു കാര്യമല്ല അങ്ങനത്തെ ഹജ്ജ് കൊണ്ട്. അതിന് പൈസ കൊടുത്ത് ദ്വാരപ്പിക്കുകയാണ്. കണ്ടോ, എവിടെ വെച്ച്? അറഫായിൽ വെച്ച്. എന്തിനാണ് ഇവരൊക്കെ ഹജ്ജിന് പോകുന്നത്? ആ 1 ലക്ഷം പോയി അല്ലെങ്കിൽ 1.25 ലക്ഷം പോയി എന്നല്ലാതെ യാതൊരു കാര്യമല്ല അങ്ങനത്തെ ഹജ്ജ് കൊണ്ട്. കേട്ടില്ലേ? ഉസ്താദിന് പൈസ കൊടുത്തിട്ട് ദ്വാരക്കണേ എന്ന് പറഞ്ഞ് ദ്വാരപ്പിച്ചാല് 1.25 ലക്ഷം പോയി, ഹജ്ജ് വാത്തിലായി പോയി. പുതിയ മതം കൊണ്ടുവരല്ലേ മൗലവിമാര്? ഇത് ഞാൻ എടുത്തുദ്ധരിച്ചു. എന്നിട്ട് ഞാൻ വേറൊരു ഉദ്ധരണിയും കൂടി കേൾപ്പിച്ചു. ഈ മൗലവിന്റെ ഉദ്ധരണി അതെന്താണ്? ദ്വാരക്കാൻ പറഞ്ഞാലും ശിർക്കാവും. ആരോട്? CM വലിയുള്ളവരോട്. ചേറ്റിയെട്ടിന്ന് മൂപ്പര് പ്രസംഗിക്കുമ്പോ മൂപ്പര് പറഞ്ഞോ, മടവൂര് ശൈഖയെ രക്ഷിക്കണേ, രോഗം സുഖപ്പെടുത്തണേ എന്നൊരാൾ പറയുമ്പോ മടവൂർ ശൈഖിന് രോഗം സുഖപ്പെടുത്താനൊന്നും കഴിയൂല, രക്ഷിക്കാനും കഴിയൂല. അള്ളഹാനോട് ദ്വാരക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അള്ളഹാനോട് ദ്വാരക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ ഒരാള് രക്ഷപ്പെടുത്തണേ സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഖിനോട് പറഞ്ഞാല് മടവൂർ ശൈഖ് രോഗം സുഖപ്പെടുത്തോ? രോഗം സുഖപ്പെടുന്ന അല്ലല്ലേ, രക്ഷപ്പെടുന്നത് അല്ലല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രോഗം സുഖപ്പെടാൻ ആവശ്യമായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണേ. അതെന്താണ്? അള്ളഹാനോട് ദ്വാരക്കുക, അള്ളഹാനോട് ദ്വാരക്കണേ. ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരാള് മടവൂർ ശൈഖിന് രോഗം സുഖപ്പെടുത്താനൊന്നും കഴിയൂല, പക്ഷേ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനോട് ദ്വാരക്കണേ എന്നാണ്. അങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തിൽ പറഞ്ഞാലും ശിർക്കാണ്, മുശ്രിക്കാണ്. സലഫി പറയാണ്, ശരിക്കും കേട്ടോ, മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും മുശ്രിക്കാണ്, ശിർക്കാണ്. ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നോ മുശ്രിക്കാന്ന് ഇവനെ പറയേണ്ടിയില്ലല്ലോ. അവന്ന് വെച്ചു കൊടുക്കുമോനെ. എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശൈഖ് രോഗമൊന്നും സുഖപ്പെടുത്തൂല, അള്ളഹാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്കന്നെയാണ്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്കന്നെയാണ്. അതും പാടില്ല. നിങ്ങളൊന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കണേ അങ്ങനെ വിശ്വസിച്ചിട്ട് വിളിച്ചാലും ശിർക്കന്നെ, അതും പാടില്ല. വിഷയം അതാ അദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കൽപ്പിക്കുമോനെ. പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ്, അതുകൊണ്ട് പൊറുക്കണം, രക്ഷിക്കണം എന്ന്. നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല, എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല. അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്ന് ദുആ ചെയ്യണമെന്നല്ല, അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ പറയാ ഞാന് ജീവിച്ചിരിക്കുന്ന ആളോട് ദ്വാരക്കണേന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പൊ മാറ്റി പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ മൗലവി തന്നെ വേറൊരു കുടുക്ക് കുടുങ്ങി. ഞാൻ എന്തോ ഒന്ന് സംസാരിക്കുന്നതിലെടുക്ക് പറഞ്ഞു പരലോകത്തിൽ വിശ്വാസമില്ലായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക്, അത് തന്നെ ഒരു ശിർക്കാണ് എന്ന് പറഞ്ഞു. മൗലവി വന്നിട്ട് ആനത്തല പോലത്തെ ചോദ്യം, പരലോകത്തിൽ വിശ്വാസം ഇല്ലാതിരിക്കൽ, പരലോകത്തിൽ ജനങ്ങളെ ഹയാത്താക്കാൻ അള്ളാഹ്ക്ക് കഴിയൂല എന്നുള്ള വിശ്വാസം, അതെങ്ങനെ ശിർക്കാകുവരോടെ? മൂപ്പരെ ചോദ്യമായിരുന്നു. ഞാൻ ഇസ്ലാഹി ചരിത്രത്തിനൊരാമുഖമെന്ന പുസ്തകം മുജാഹിദ് സെന്റർ 2 നിന്ന് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ അവരെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥത്തിൽ നിന്ന് പദ്യം ചൊല്ലി അങ്ങ് കേൾപ്പിച്ചു കൊടുത്തു മൗലവിക്ക്. ഈ അല്ലാഹു തആലാക്ക് കഴിവില്ല എന്നല്ലേ പറഞ്ഞത് മുശ്രിക്കീങ്ങൾ?
കഴിവില്ല എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സിഫത്തിനെ നിഷേധിക്കലല്ലേ? സിഫത്തിനെ നിഷേധിച്ചാൽ അങ്ങനെ ശിർക്കാവുക കുഫറല്ലാതെ. അതുകൊണ്ട് പേരോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല, പേരോടൊന്ന് എനിക്ക് അടുത്ത വരയിൽ മനസ്സിലാക്കി തരണോന്ന് ആര് പറയുന്നു? സെലഫിന്റെ അപേക്ഷ. അയാൾ വളരെ ദൂരെ നിന്ന് വന്നിട്ട്, ഷാർജയിൽ നിന്ന് വന്നിട്ട്, നാദാപുരത്ത് വന്നിട്ട് നമ്മളോട് അങ്ങനെ ഒരു അപേക്ഷ നടത്തിയാൽ നമ്മളങ്ങനെ തള്ളാൻ പറ്റുമോ? നമ്മൾ മുജാഹിദീങ്ങൾ അപേക്ഷിച്ചാലും അങ്ങനെ തള്ളൂലട്ടോ, നമ്മൾ അവരെ അപേക്ഷ സ്വീകരിക്കും. അതുകൊണ്ട് ഞാൻ ഏതായിരുന്നാലും ഇവിടെ കുറെ പേര് പറയുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ മൗലവിക്ക് അത് മനസ്സിലാക്കി തരാൻ പോവാണ്. ആദ്യം ഒന്നും മൗലവി എന്റെ പൊട്ടത്തരമൊന്നും പറഞ്ഞിട്ട് അയാളെ വിവരം പറയുന്നു കേട്ടോളി. എന്നിട്ട് മൂപ്പര് പറഞ്ഞ വാദയാണ് അത് തന്നെ ശിർക്കാണ്. അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല ഒരു വിശ്വാസം, അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്ന വിശ്വാസം. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയൂല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശിർക്കാകാം? അത് എനിക്ക് മനസ്സിലായിട്ടില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കിടില്ല. പേരോട് അടുത്ത പ്രസംഗത്തിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കല്ല, മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മൗലവി മനസ്സിലാക്കിക്കോ കേട്ടോ. വലംബി അന്നശ്ശിർക്കവത്തീലബുദ് കനാഹുമാലാശക്ക മുസ്തഹിബാനി. അർത്ഥം വെക്കട്ടെ, വയലം മനസ്സിലാക്കണം. ഞാൻ കിതാബ് നോക്കിയിട്ട് പറയുന്ന ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി കേൾക്കണ്ടേ? വയലം മനസ്സിലാക്കണം, മനസ്സിലാക്കണല്ലോ. ബി അന്ന ശിർക്ക, ശിർക്ക് വത്തഅതീല, അള്ളാന്റെ സിഫത്തിനെ നിഷേധിക്കലും. അള്ള കഴിവുള്ളവനാണ് എന്നുള്ളത് അള്ളാന്റെ സിഫത്താണ്. ആ സിഫത്തിനെ നിഷേധിക്കലും. മുൽ ഖനാഹുമ ലാ ശക്ക മുസ്തഹിബാനി, അത് രണ്ടും ഒരേ സമയത്ത് സഹവസിച്ച് വരുന്ന കാര്യമാണ്. അബദൻ, എപ്പോഴും. അബദൻ ഫകുല്ലു മുഅത്തിലിൻ ഹുവ മുശ്രികു ഹത്മൻ വഹാദാ വാളിഹു തിബിയാനി. അബദൻ, എപ്പോഴും. ഫകുല്ലു മുഅത്തിലിൻ, അപ്പോൾ ഏത് സിഫത്തിനെ നിഷേധിക്കുന്ന ഏതൊരാളും ഹുവ മുശ്രികുൻ, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഹത്മൻ, നിർബന്ധമായും. പക്ഷേ വഹാദാ വാളിഹു തിബിയാനി, ഇത് ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകുന്നതാണ്. ഇങ്ങനെ ഹാദാ വാളിഹു തിബിയാനി, ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു കേട്ടോ, വിശദീകരിച്ചിട്ട് ഫമുഅത്തിലുൽ ഔസാഫി ദാക മുഅത്തിലുത് തൗഹീദി ഹഖ്ഖൻ ദാനി തഅതീലാനി. ഫമുഅത്തിലുൽ ഔസാഫി, അല്ലാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവൻ. ദാക മുഅത്തിലുത് തൗഹീദി, അവൻ തൗഹീദ് നിഷേധിക്കുന്നവനാണ്. തൗഹീദ് നിഷേധിക്കുന്നവനാണ് ശിർക്ക് ചെയ്യുന്നവൻ എന്ന് പറയുന്നത്. മൗലവി അടിച്ചോ, ഹഖ്ഖൻ, അതിലൊരു തർക്കവുമില്ല, സത്യമായും. ദാനി തഅതീലാനി, അത് രണ്ടും നിഷേധമാണ്. തൗഹീദ് നിഷേധം, വസ്ഫ് നിഷേധം. ഇനിയും കേട്ടോ മൗലവി, അവസാനം പറയുന്നു ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. ഫമുഅത്തിലുൽ ഔസാഫി, അപ്പോൾ സിഫത്തിനെ നിഷേധിക്കുന്നവൻ. ദൂ ശിർകിൻ, അവൻ ശിർക്കുകാരനാണ്. കേട്ടോ മൗലവി, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ സലഫി? മനസ്സിലാകുന്നുണ്ടോ സലഫി? ഫമുഅത്തിലുൽ ഔസാഫി ദൂ ശിർകിൻ കദാ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി. സിഫത്തുകളെ നിഷേധിക്കുന്നവൻ ദൂ ശിർകിൻ, ശിർക്കുകാരനാണ്. കദാ, അപ്പോൾ ദൂ ശിർകി ഫഹുവ മുഅത്തിലുർ റഹ്മാനി, അവൻ റഹ്മാനായ റബ്ബിനെ അതാ നിഷേധിക്കുന്നവനാണ്. ഔ ബഅദി ഔസാഫിൽ കമാലി ലഹു ولا تصر إلى النكران أو بعض أوصاف الكمال.
അള്ളാഹുവിന്റെ പരിപൂർണതയുടെ വിശേഷണങ്ങൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവൻ ശിർക്കുകാരനാണ്. ഇത് ശരിക്ക് മനസ്സിലാക്കി വെച്ചോ. വലാ തുസിരിഉ ഇലൻ നുക്റാനി, അറിവില്ലാതെ ഒരു ചുക്കും പഠിക്കാതെ നിഷേധിക്കാൻ പോകണ്ട. അതേ, അള്ളാന്റെ ഏത് വസ്ഫിനെ നിഷേധിച്ചാലും ശിർക്കാണ്. അള്ളാഹുവിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അത് ഞാൻ കേൾപ്പിച്ചപ്പോ മൗലവി അതിനെപ്പറ്റി മിണ്ടുന്നില്ല.